എത്ര നേരമായി ചേച്ചി ഇങ്ങനെ വിളിക്കുന്നു? കിടന്ന് പിടയ്ക്കാതിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കുഞ്ഞപ്പാ, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. കഥ എന്റെ മൂല. ഇവിടെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടാ. ഇവിടെയൊക്കെയാണ് ഒരു വാസസ്ഥലം. കാല് കഴിയുമ്പോ ഉപ്പൂറ്റി നനയാതെ ഇരിക്കുക കേട്ടാ. ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ കറുത്ത പട്ടി വരുമ്പോ നമ്മൾ പേടിച്ചു പോവുക കേട്ടാ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആത്മാവ് പതക്കാത്ത കരുക്കളെ. പേടിപ്പിക്കല്ലേ. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരു കരുതലെപ്പോഴും വേണം. പേടി വല്ലതും വരുന്നെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ തുണ്ടെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഉറുക്ക പിടിക്കണം കേട്ടാ. ഇങ്ങനെ പിന്നെ ഭക്തിപരായി ബുക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം. പിന്നെ മറക്കാതെ തലയണേര അടിയിൽ ഇത്ര ഒരു ഉണ്ട കറുത്ത കരിക്കട്ട എടുത്ത് തലയ്ക്ക് വയ്ക്കണം. സത്യമാണല്ലേ ചേച്ചി? ലീലാവതി കുഞ്ഞിന്റെ അപ്പൂപ്പ ആ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ രാവിലെ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോ തന്നെ ലീലാവതി കുഞ്ഞിന്റെ മുഖത്തൊരു പരിഭ്രാന്തി. പിന്നെ ഞാൻ കിണ്ടി കിണ്ടി ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് അപ്പൂപ്പൻ. ഇല്ല, ഈ അപ്പൂപ്പനെ പുറത്തോട്ടിറങ്ങോ ഈ മുറ്റത്തോട്ടോ മറ്റോ? ആത്മാക്കൾക്കൊക്കെ എന്തൊക്കെ ചെയ്തുകൂടാ. ഇത്ര ഉള്ളൊരു ഇടം കിട്ടിയാ പോരെ. താക്കോലിനോരോ ജനലിന്റെ വിടവോ ബ്ലിങ്ക നിങ്ങ ഇറങ്ങി പോരാല്ലോ. പക്ഷേ ഇതിപ്പോ അവിടെ തന്നെ ചുറ്റി കറങ്ങണമെന്നാ തോന്നുന്നത്. സന്തോഷമായി ചേച്ചി, എനിക്ക് സന്തോഷമായി. പ്രേതങ്ങളൊന്നും വരല്ലേ. ചുമ്മാ ഇരുന്ന് എന്നെ ചേച്ചി വെറുതെ പേടിപ്പിച്ചു. കണ്ട കണ്ട അപ്പൂപ്പന്റെ വീർതികളെ കണ്ട. നോക്ക്. അതൊക്കെ തുറന്നു കിടന്നത് കൊണ്ട് ഇനി പ്രേതങ്ങളൊന്നും അകത്ത് കയറണ്ട. പടം പിടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തം കുറിച്ച് പടന്ന് പറഞ്ഞ പോലെ.
പറഞ്ഞ ചേച്ചി നമുക്ക് അകത്തോട്ടിരിക്കാം, ഇല്ല, സംസാരിച്ചിരിക്കാം. വേണ്ട. അയ്യോ എനിക്ക് പറഞ്ഞ വീട്ടിൽ ജോലിയുണ്ട്. ടി.വി. ഒക്കെ കണ്ടിരിക്കാം, ഞാൻ നല്ല പോട്ടെ. സീരിയൽ ഉണ്ട്. ഇല്ല. വാ പറഞ്ഞ ചേച്ചി, വേണ്ടെന്നേ. ചേച്ചി ഞാൻ ഇല്ല. പറഞ്ഞോട്ടെ. ലതാകുമാരി ചേച്ചി പറഞ്ഞ നേര് തന്നെ. അത് തന്നെ. അപ്പൂപ്പൻ അവളെ വീട്ടിലിരുത്തുന്നില്ല. എന്ത് അമ്മാവനൊരു പേടി പോലെ? ഒന്നുമില്ല. ഏതായാലും ഇന്നിനി പുറത്തോട്ട് ഇറങ്ങിയത്.